എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സ്നിക്കേഴ്സ് പുഡിങ്ങാണ്. നമുക്കിത് വീട്ടിൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനായിട്ട് 2 കപ്പ് പാലെടുക്കാം. അപ്പോൾ പാല് ചെറുതായിട്ട് ചൂടായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് 1/2 കപ്പ് പീനട്ട് ബട്ടറാണ്. ഇത് കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നല്ല സ്മൂത്ത് ആയിട്ടുള്ള പീനട്ട് ബട്ടറും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ പീനട്ട് ബട്ടർ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ 1 കപ്പ് കടല എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്താലും മതി. നല്ലോണം പൊടിക്കുന്ന സമയത്ത് അത് പീനട്ട് ബട്ടറായിട്ട് മാറും. എന്നിട്ട് ചേർത്താലും മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പീനട്ട് ബട്ടർ 1/2 കപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ആ ഒരു ചെറിയ ചെറിയ പീസ് ഉണ്ട് കേട്ടോ. ഇതിൽ ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ് ഞാൻ എടുത്തത്. അതാണ് അതിൽ പീസസ് കാണുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോൺഫ്ലോർ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതുപോലെ നല്ല തിക്കായിട്ട് മാറും. ഈ ഒരു പരുവത്തിലാവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെക്കാം. പിന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല ഗോൾഡൻ കളറാക്കി എടുക്കുക. ഒരുപാട് ബ്രൗൺ ആവാൻ നിൽക്കരുത്, അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വരെ ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട്, കാരണം ഇത് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടി തിക്കായിട്ട് മാറും. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ട് തണുക്കാൻ വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ്. ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വരെ ക്രീമും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ക്രീമിന് പകരം പാലും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് മെൽറ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റും കൂടി ഇവിടെ മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്തത് ഒന്ന് റൂം ടെമ്പറേച്ചറിലായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് നിലക്കടല, വറുത്ത നിലക്കടല വേണം ചേർക്കാനായിട്ട്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള നിലക്കടല, അതൊരു 1/4 കപ്പ് ചേർത്തിട്ട് ഇത് ഇളക്കി ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനൊരു 3/4 കപ്പ് വരെ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ വിപ്ഡ് ക്രീമും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കിയ പീനട്ട് ബട്ടറിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ ഒരു വിപ്ഡ് ക്രീമിലേക്ക് മുഴുവനായിട്ട് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ട്രേയിലോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഷുഗർ കാരമലൈസ് ചെയ്തത് അതും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മുഴുവനായിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് തണുപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാണ്. അങ്ങനെ ഇത് ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള സ്നിക്കേഴ്സ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പീനട്ട് ബട്ടർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഞാൻ മുന്നൊക്കെ മറ്റൊരു രീതിയിലായിരുന്നു സ്നിക്കേഴ്സ് പുഡിങ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഒന്നുകൂടി നല്ല എളുപ്പവും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്